കേരളത്തിലെ പോലീസുകാരുടെ ഇടയിൽ വാട്സാപ്പിൻ്റെ നിരവധി ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പിലൂടെയൊക്കെ ആർക്കും എന്തും ആകാവുന്നുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കളിച്ച് പ്രധാനമന്ത്രിയുടെ നേരെ വരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളും ഒക്കെ നടത്തിയവരെയാണ് ഇപ്പോൾ പോക്കിയിരിക്കുന്നത്. കേരളത്തിൽ അതിൽ അല്പം കൂടുതലാണ്. കാരണം കേരളത്തിലെ പോലീസിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണല്ലോ. പിണറായി വിജയൻ്റെ പോലീസിന് എന്തും ആകാവുന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള അപഹാസ്യം ചൊരിയൽ. എന്തായാലും അതാണിപ്പോൾ പിടികൂടപ്പെട്ടിരിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വരെ കൊടുത്തിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഇതിനകത്ത് പച്ച വെളിച്ചമെന്ന് പറയുന്ന ഗ്രൂപ്പ് പോലും ഉണ്ട്. അതൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിക്കുന്ന ആ ഒരു കാലത്ത്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കേന്ദ്രത്തിൽ നിന്ന് തന്നെ എത്തി, അവർ തന്നെയാണ് ED എത്തി ഇവരെയൊക്കെ തന്നെ രായ്ക്ക് രാമായണം പൊക്കിക്കൊണ്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുത്തരും അറിഞ്ഞിട്ടില്ല. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഡൽഹി കൽത്തുറങ്കിൽ എത്തിയതിന് ശേഷമാണ് ഇവിടുത്തെ പോലീസുകാർ തന്നെ അറിയുന്നത്. അപ്പോൾ ഇവിടെ ഇത് നേരത്തെ അത്തരത്തിലുള്ളൊരു സൂചന കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ പുറത്താകുമെന്നറിയാം. തുടർന്ന് ഇവരുടെ ഈ സ്വത്ത് വിവരങ്ങളും മറ്റ് അനുയായികളെയും അടുത്ത രണ്ടാം നിരയിലുള്ള നേതാക്കന്മാരെയും ഒക്കെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ അതൊക്കെ ഈ പച്ചവെളിച്ച ഗ്രൂപ്പുകാർ പുറത്ത് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. അത് നേരത്തെ ഇവർക്ക് അതിൻ്റേതായ സൂചനകളൊക്കെ നൽകി ചിലരെയൊക്കെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ എന്നാലും കേന്ദ്രം അവരെ വെറുതെ വിട്ടില്ല, എല്ലാത്തിനെയും പൊക്കുകയും ചെയ്തു. അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ തന്നെ ജപ്തി ചെയ്തു, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് SDPIയുടെ സമീപ സമയത്ത് ഈ പോപ്പുലർ ഫ്രണ്ട് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഒരു ഭയ അന്തരീക്ഷവും വരെയാണ് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. മുദ്രാവാക്യം വിളിച്ച് കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തും. അതിനൊക്കെ തന്നെ അന്ന് കേരള പോലീസ് കൂട്ടുനിന്നു. ആലപ്പുഴയിൽ വിളിച്ച മുദ്രാവാക്യം ഇപ്പോഴും ജനങ്ങൾ മറന്നിട്ടില്ല. കോടതി തന്നെ ഇടപെട്ടു. വിളിച്ചവനെയും വിളിപ്പിച്ചവനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിടാൻ പറഞ്ഞു. എത്രയോ തവണ പറഞ്ഞതിന് ശേഷമാണ് പോലീസുകാർ അനങ്ങിയത്. കാരണം പോലീസിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ അങ്ങനെയാണല്ലോ. എന്തായാലും ഒടുവിൽ പിടികൂടുകയും ചെയ്തു എന്നുള്ളതാണ്. കോടതിയുടെ നിർബന്ധത്തിന് വഴങ്ങുകയും ചെയ്തു. അതുപോലെ ഭയാന്തരീക്ഷം നിരവധി സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ SDPI, പോപ്പുലർ ഫ്രണ്ടിലെ നിരവധി പേര് SDPIയിലൊക്കെ ചേക്കേറുകയാണ് ചെയ്തത്. SDPI എല്ലാം തന്നെ നമുക്കറിയാം ഇതിൻ്റെ വേറൊരു അവാന്തര വിഭാഗമാണ്. ഒരു കാലിലെ മന്ത് മറ്റൊരു കാലിലോട്ട് എടുത്തു വയ്ക്കുന്നു എന്ന് വേണേൽ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയുള്ള ഈ SDPIക്കകത്തും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെതായ ഗുണങ്ങളുള്ള അതേ തീവ്ര സ്വഭാവമുള്ളവരൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഈ സമീപ സമയത്ത് SDPIയെയും ഒക്കെ തന്നെ അതിൻ്റെ മേൽ അന്വേഷണവും അവരുടെ അക്കൗണ്ട് പരിശോധിക്കുകയും ഒക്കെ ചെയ്തത്. കാരണം പോപ്പുലർ ഫ്രണ്ടിന് വന്നിട്ടുള്ള വിദേശ പണം ഒക്കെ തന്നെ SDPIയുടെ അക്കൗണ്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അതെല്ലാം പിന്നീട് മരവിപ്പിക്കുകയാണ് ചെയ്തത്. SDPI ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പേരിൽ അതുകൊണ്ട് അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിനെ നിരോധിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. നിരോധിക്കാൻ കഴിയും. ഇനിയും ഗുരുതരമായ പല തെറ്റുകളും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ നിരോധിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ആ ഒരു ബലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇരു മുന്നണികളും ഒക്കെ ഇതിനെ സംരക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരൊക്കെ പോലീസിലുമുണ്ട്. ഈ പച്ചവെളിച്ചം ഗ്രൂപ്പ് തന്നെ നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും ഒക്കെ ഒരു തന്നെ കൂട്ടായിട്ട് നിൽക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു ഗ്രൂപ്പാണ്. അതിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രിയെയും
ആഭ്യന്തരമന്ത്രിയെയും അല്ലെങ്കിൽ പ്രസിഡന്റിനെയും ഒക്കെ അപഹാസ്യപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും ആ പോസ്റ്റുകളിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. അതും പ്രധാനമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് ഇതിൻ്റെ വരും വരായികളൊക്കെ നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണല്ലോ പോലീസുകാർ. അപ്പോൾ പോലീസുകാരാകുമ്പോൾ ഇതിനകത്തൊരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശ്വാസവും ഒരു സ്വാതന്ത്ര്യവും അവർക്കാരോ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പിണറായിയുടെ പോലീസല്ലേ. എന്തായാലും നരേന്ദ്രമോദിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല. അതിനെ ഒരുപക്ഷെ പരസ്യമായി അംഗീകരിച്ചില്ലെങ്കിലും അത് മനസ്സിൽ അംഗീകരിക്കുന്നവരാണ് എന്നുള്ള തരത്തിലുള്ള ധൈര്യമാണ് ഈ പോലീസുകാർക്കൊക്കെ കിട്ടിയതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് തന്നെ പോയത്. എന്തായാലും ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ട് അതിലൂടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റേതായിട്ടുള്ള അതേ സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പേരുള്ളത് കൊണ്ട് നിരോധിക്കാതെ നിൽക്കുന്ന SDPIക്ക് ഈ തീവ്രവാദത്തിൻ്റെതായ സ്വഭാവങ്ങൾ പലതുമുണ്ട് എന്ന് സമീപ സമയത്ത് തെളിഞ്ഞിട്ടുള്ളതാണ്. ആ തീവ്രവാദ സ്വഭാവത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകളും മറ്റുമൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണവും അവരുടെ സ്വത്ത് വിവരത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും വരുമ്പോൾ അത് മുൻകൂട്ടി ഈ പോലീസുകാർ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രഹസ്യമായിട്ട് ഈ വിവരങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് പലപ്പോഴും ഇവരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളും മറ്റും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റേതായ ദോഷങ്ങൾ പലതും ഉണ്ടാകുന്നുണ്ട് പോലീസ് സേനയിലും മറ്റും. ഇതിന് നിയന്ത്രണം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം പ്രധാനമന്ത്രിയെ പോലുള്ള രാജ്യത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ പലതും ഇത്തരത്തിൽ ഈ പോലീസുകാർക്ക് പുറത്തു കൊണ്ടുവരാനും അല്ലെന്നുണ്ടെങ്കിൽ അത് മോശമായി ചിത്രീകരിച്ച് സമൂഹ ഇടങ്ങളിൽ അത് പ്രദർശിപ്പിക്കാനും കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ ദോഷമായി ഭവിക്കുന്നതാണ് എന്നുള്ളത് അറിയാമെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം പോകുന്ന ഇവരുടെ മേലുണ്ടാകുന്ന നടപടി സ്വാഗതാർഹം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി ആയാലും വെൽഫെയർ പാർട്ടി ആയാലും SDPI ആയാലും ഇതെല്ലാം ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ളവരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം LDF മുസ്ലിം ലീഗിനെ ഇതിലേക്ക് വിളിച്ചു, LDFിലേക്ക് വരാമെന്ന് പറഞ്ഞ്. പക്ഷേ നിങ്ങൾക്ക് ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് വരൂ എന്ന് LDF പറയാറുണ്ട്. അത് LDF അതുകൊണ്ടാണ് ഇവരൊക്കെ തീവ്ര സ്വഭാവം ഉണ്ട് എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ LDFും അവരുടെയൊക്കെ തന്നെ പിന്തുണ നേടിയിട്ടുള്ളവരും അവരെയൊക്കെ തന്നെ ഒക്കത്തിരുത്തിക്കൊണ്ട് നടന്നിട്ടുള്ളവരുമാണ്. അപ്പം അത്തരത്തിലുള്ള തീവ്ര സ്വഭാവമുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ബന്ധം ഉപേക്ഷിച്ചിട്ട് വരാനായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകടകാരികളായിട്ടുള്ള ഇവരെ നിരീക്ഷണത്തിന് വിധേയമാക്കുകയാണ് വേണ്ടത്. അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളായാലും അവരുടെ കൂട്ടായ്മയായാലും നമുക്കറിയാം SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഒക്കെ തന്നെയാണ് പലതും വ്യായാമ കൂട്ടായ്മ MEG7 അതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നത്. CPMൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി തന്നെയാണ് ആ വാർത്ത പുറത്തു വിട്ടതും. അപ്പോൾ ഇതെല്ലാം എത്രത്തോളം അപകടകാരികളാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്.